അപ്പോഴും മറ്റൊരു സംഭവം എൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. അതിന് ഞാൻ സാക്ഷിയായതാ. എനിക്കറിയാവുന്നൊരമ്മ, ആ അമ്മയ്ക്ക് മക്കളുണ്ട്, പെൺമക്കളും ഒരു മോനും. ആ മോന് കുറച്ച് വസ്തുവൊക്കെ അമ്മ മോൻ്റെ പേരിൽ കൊടുത്തു. പക്ഷെ മോനോട് ആലോചിക്കാതെ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മ കുറച്ച് തടിയൊക്കെ വിറ്റു. തടി വിറ്റപ്പോൾ ഈ മോനുണ്ടല്ലോ, ഈ പുന്നാരമോന്, ആ മോന് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പം പോലീസ് വന്നു. അമ്മ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ താണ്ട് പോലീസ്. വീട് തുറന്നപ്പോൾ അമ്മ പേടിച്ചു പോയി. എന്ത് സാറേ, നിങ്ങൾ ഇന്നാരത്തിനാരാണോ? ആണോ? എന്താ സാറേ? നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ്. SI പറഞ്ഞു. എന്താ സാറേ കംപ്ലൈൻറ്റ്? തടി വിറ്റു. ആരുടെ തടി? എൻ്റെ കെട്ടിയവൻ്റെ, എൻ്റെ അയ്യത്തെ. അല്ല, എഴുതി കൊടുത്തു. അപ്പോൾ അത് മോൻ്റെ അല്ലേ? മോൻ്റെയാ. വിറ്റു. ഇനി എന്തോ ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു, SI ചോദിച്ചു, എന്തിനാ വിറ്റത്? സാറേ ആശുപത്രിയിൽ പോകണ്ടേ, പൈസ വേണ്ടേ, സ്വത്രാഴ്ച ഇടണ്ടേ, എല്ലാവരും വന്നാൽ വല്ലതും കൊടുക്കണ്ടേ, പെൺപിള്ളേർ കയറി വന്നപ്പോൾ വല്ലതും കൊടുക്കും, എനിക്ക് ചിലവ് കഴിയണ്ടേ, അതിനാ വിറ്റത്. ഏതായാലും നല്ലവനായിരുന്നു SI കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞു, ഇനി എത്ര തേക്കൂടുണ്ട്? 5-6 നിപ്പുണ്ട്. അയാൾ പറഞ്ഞു, തള്ള ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് മൊത്തം വിറ്റ് അടിച്ച് പൊളിച്ചോണം, ഇല്ല ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടിടുമെന്ന് പറഞ്ഞു. മൊത്തം അടിച്ച് പൊളിച്ചോളാൻ പറഞ്ഞു. പൊക്കി. പക്ഷേ ഈ മോനുണ്ടല്ലോ, ഈ പുനാരമോൻ, ഈ ഒറ്റ മോൻ പിന്നെ വീട്ടിൽ വന്നിട്ടില്ല, വീട്ടിൽ കയറത്തില്ല. അമ്മയുടെ കണ്ണിന് ക്യാൻസറായ അമ്മ എൻ്റെ അടുക്ക വന്നു. എൻ്റെ ഈ എളിയവൻ്റെ അടുക്കൽ കാഴ്ച കുറയുക, ഇനി എത്ര നാൾ കാണാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. കണ്ണിൻ്റെ കാഴ്ച മൊത്തം പോകുന്നതിന് മുമ്പ് മോനെ ഒന്ന് കാണണം. ഒന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മതി, പാഷൊന്ന് വിളിക്കാവോ? ഞാൻ വിളിപ്പിച്ചു. വന്നേ, അമ്മയെ കാണണം. വന്നില്ല. അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ച പോകുക. നിങ്ങൾക്കറിയോ, ഈ അമ്മ ഏറ്റവും ഒടുവിൽ ചെയ്ത ഒരു കാര്യം, എൻ്റെ അടുക്കൽ ഈ എളിയവൻ്റെ അടുക്ക വന്നിട്ട് ഒരു കെട്ട് പൈസ തന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിനും തലേദിവസം എൻ്റെ മോൻ വന്നാൽ കണ്ടില്ലേലും സാരമില്ല, ഇത് അസാധു, അതല്ല, എൻ്റെ മോൻ വരാതിരിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്താൽ പാസ്റ്ററെ, അത് കഴിഞ്ഞ് ബോഡി എടുത്ത് വെക്കുമ്പോൾ ഇവൻ വലിയ ആൾ കളിച്ച് വന്നാൽ ശവത്തെ തൊടിയിപ്പിക്കരുത്. അവൻ ആൾ കളിച്ച് ബലമായിട്ട് പിടിക്കാൻ വന്നാൽ ഗുണ്ടേ നിർത്തണം. ഗുണ്ടയ്ക്ക് കൊടുക്കാനാണ് ഈ പൈസ. സാമ്പാർസാണെങ്കിൽ അപ്പളെ മയങ്ങി വീണേനെ. ഗുണ്ടയ്ക്ക് കൊടുക്കാൻ പൈസ ഗുണ്ടയ്ക്ക് കൊടുക്കാനാ. ഞാൻ പറഞ്ഞ, അമ്മച്ചി പേടിക്കണ്ട, അന്നത്തെ അത്യാവശ്യം ഗുണ്ട ഞാനായിക്കോളാം. എന്നിട്ട് തമാശയ്ക്ക് പറഞ്ഞു, ഗുണ്ട ചെറിയാൻ, ഗുണ്ട ജേക്കബ്, ഗുണ്ട വിജയകുമാർ, കുറേ എണ്ണം നമ്മുടെ കൂടെ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ പിള്ളേർ പാർശ്വമാരൊക്കെ അന്നേരം കൊണ്ടായിക്കോളും. പക്ഷെ വന്നില്ല. അമ്മയുടെ കാഴ്ച പോയി. ഓരോ അനക്കങ്ങളും കേട്ടപ്പോൾ ഈ അമ്മ ചോദിച്ചു, മോനാണോ? എൻ്റെ മോൻ, എൻ്റെ അപ്പു. അവസാനം ചെന്നപ്പം പറഞ്ഞു, അമ്മച്ചിയുടെ മോനാ. പോടാ, നീ പ്രിൻസിൻ്റെ മോൻ. ശബ്ദം കേട്ടാൽ അറിയാം. വന്നില്ല. കാണാതെ മരിച്ചു. ബോഡി എടുത്ത് വെച്ചിങ്ങനെ ഇരിക്കുമ്പം താണ്ട് വരുന്ന ഈ പുള്ളി, ഉയ്യോ, എൻ്റെ പെരുവെള്ളയെന്നൊരു പെരുപ്പ്. ഈ പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴിയിലാണെങ്കിലും ഉണ്ടല്ലോ, ചിലപ്പോൾ ഇവളുമാർ പറയുന്നത് കേൾക്കണം. ചിലപ്പം എപ്പോഴും കേൾക്കണ്ട, ചിലപ്പം കേൾക്കണം. എൻ്റെ മുഖം മാറുന്ന എൻ്റെ ഭാര്യ അറിഞ്ഞ് എന്നെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു, ഇന്ന് ഇവിടെ കിടന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ നേരെ കോഴിക്കോട്ട് പോകും. ദൂരെ നിന്നാ പെണ്ണ് കെട്ടി, ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയിരിക്കാനാ. അതുകൊണ്ട് പോകത്തില്ല. പോയാലും റെയിൽവേ സ്റ്റേഷനിൽ ഇട്ട് പിടിക്കാനുള്ള സമയം കിട്ടും. ഓടിച്ചൊല്ലപ്പെടുത്തില്ല, പോകത്തില്ല. ഞാൻ പറഞ്ഞില്ല, പിന്നെ മനുഷ്യനായിട്ട് ജീവിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു, ഇന്നൊന്നും പറയല്ലേ. ഞാൻ ചോദിച്ചു, ഞാൻ പിന്നെ എന്തോ പറയണം? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. വേറെ ഒന്നും പ്രസംഗിക്കരുത്. എന്നാലും അങ്ങനെ വിടാനൊക്കെ അന്നെൻ്റെ ജീവിതത്തിൽ നല്ലൊരു പ്രസംഗം ചെയ്തു. നല്ല പ്രസംഗമായിരുന്നു. ഞാൻ പറഞ്ഞു, ഓൾ മലയാളീസ് ആർ ഗുഡ് സിംഗേഴ്സ്. എല്ലാ മലയാളിയും പാട്ട് പാടും, അല്ലേ? എല്ലാ മലയാളിയും എന്തു ചെയ്യും? പാട്ട് പാടും. എപ്പോഴാ പാടുന്നറിയാം? കുളിക്കാൻ കയറിയിട്ട് കണ്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നിന്ന് സോപ്പിട്ട് ഉരയ്ക്കുമ്പോഴാണ് പാട്ട് വരുന്നത്. എപ്പോഴാ? ഇവത്തല ഉരയ്ക്കുമ്പോഴാ. ഇത് എവിടെ ഉരയ്ക്കുക? പുക്കിളയില. ഈ പുക്കിളെന്താ? 9 മാസം അമ്മ ചുമ്മിയതാ. മനുഷ്യൻ കഴിച്ചില്ല, കുടിച്ചില്ല, ഒന്നും ചെയ്തില്ല. എല്ലാം ചെയ്തത് അമ്മയാണ്. ആ അമ്മയ്ക്ക് ഓർമ്മയ്ക്ക മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വരദാനം. ആരെ ഓർക്കാൻ?
അമ്മയെ ഓർക്കാൻ. ഇന്ന് കൊടവണ്ടിയൊക്കെ ഞെളിഞ്ഞിരുന്ന് തിരുമത്തില്ലേ? അത് ആരെ ഓർക്കാനാ? അമ്മയെ ഓർക്കാനാണെന്ന്. അമ്മയെ ഓർക്കാൻ. ഏതായാലും എനിക്ക് ഞാൻ എന്നിട്ടൊരു കഥ പറഞ്ഞു കേട്ടോ. ആ കഥ ഇതായിരുന്നു. കഥയല്ല, അത് നടന്നതാ. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ കുഴിത്തറയൊക്കെ കഴിഞ്ഞ് മൺഡേ മാർക്കറ്റും കഴിഞ്ഞ് ഒരു സ്ഥലം, അവിടെ ഞങ്ങളുടെ നാട്ടിൽ അന്ന് അവിടുന്ന് വന്ന് കോൺട്രാക്ട് പണി ചെയ്യുന്ന ഒരു സഹോദരൻ്റെ അമ്മ മരിച്ചുപോയി. ഇതുപോലെ ഒറ്റ മോനാ. അപ്പോൾ ആ മോനെ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഈ സഹോദരൻ അങ്ങ് വല്ലാതായി. ഞാൻ പറഞ്ഞു, സഹോദരൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. ഞങ്ങൾ അവിടുന്ന് രാത്രി തിരിച്ച് വെളുപ്പിന് 2 മണി 3 മണി ആയപ്പോൾ ഇവിടെ എത്തി. ഇവിടെ അങ്ങ് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ അല്ലേ, ഇവിടെ അല്ലേ കുഴിത്തറ, അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം CSI സമൂഹമാണ്. അപ്പോൾ അവിടെ ധാരാളം ആളുകളൊക്കെ ഇരിപ്പുണ്ട് രാത്രി. പക്ഷെ ഞങ്ങൾ മരിച്ചു എന്നുള്ള വാർത്തയെന്ന് അവിടെ ചെല്ലുമ്പം താണ്ട് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, എടാ ഓടിച്ചെല്ല്. തമിഴിൽ അവിടെ മലയാളം മിക്സ് തമിഴ്, നീ പെട്ടെന്ന് ചെല്ല്, എന്നാ നിന്നെ നോക്കി കിടക്കുക, ചെല്ലടാ. ചത്തില്ല, മരിച്ചെന്ന് കേട്ട് പോയതാ, മരിച്ചു എന്നറിഞ്ഞ് പോയതാ. അവിടെ ചെന്നപ്പോഴാണ് മരിച്ചില്ലെന്ന് പറയുന്നത്. നോക്കി കിടക്കുക. എനിക്കൊരു അത്ഭുതം. ഞാനും കൂടെ ഓടി ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ കിടപ്പുണ്ട്. എല്ലും തോലുമായൊരമ്മ ഇങ്ങനെ മുഖമൊക്കെ വെള്ളയൊക്കെ വിരിച്ച് കിടക്കുക. അടുത്തിരുന്ന് എല്ലാവരും പാട്ട് പാടുകയും വേദോത്സവമൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ച് നോക്കിയപ്പം ചെറിയൊരനക്കം. ഞാൻ എൻ്റെ കണ്ണിനൊരു കാഴ്ച കണ്ടു. ഈ മോൻ അടുത്തിരുന്ന് കെട്ടിപ്പിടിച്ചു, കുറേ ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മ അച്ചായനെ താത്തെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. നോക്കിക്കോളാം. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടു. കണ്ണ് തുറന്നു. ഈ മോനെ നോക്കി 2 തുള്ളി കണ്ണീര് ടപ്പേന്നൊരാടാ. ആരെ ഏൽപ്പിക്കാൻ കിടക്കുക? അപ്പനെ മോനെ ഏൽപ്പിക്കാൻ. കാൽവറി അതൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഏത് മനുഷ്യനും ബന്ധങ്ങളെല്ലാം ശരിയാകാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. യേശുവിനെ നോക്കിയാൽ മതി. ഇതുപോലൊരാൾ. ഇനിയും ഭർത്താവും ഭാര്യയും തമ്മിൽ അറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. അവിടുന്ന് നമ്മുടെ മണവാളൻ, നാം അവിടുത്തെ മണവാട്ടി. ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി എന്ത് ചെയ്തിരിക്കുക? വിവാഹം നിശ്ചയം ചെയ്തിരിക്കുക. അതൊരു വലിയ ബാന്ധവമാണ്. ആ ബാന്ധവത്തിൻ്റെ ഒരു വലിയ സുഗന്ധമുണ്ട്, ഒരു സൗഖ്യമുണ്ട്, ഒരു സുഖമുണ്ട്. എന്താണെന്നറിയാമോ? അതങ്ങനെയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത് പറയാതറിയണം എന്നുള്ളതാണ്. പറയാതറിയണം. ഈ സഹോദരിമാർക്കൊരു പ്രശ്നമുണ്ട്, ഒരു കാര്യവും പറയത്തില്ല. നമ്മൾ അറിഞ്ഞോണം. അറിയണം. അങ്ങനെയൊക്കെയല്ലേ അറിയണ്ടേ. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ പോകാറുമില്ലേ? അറിയാതെ പറയുമ്പോഴല്ലേ പ്രശ്നങ്ങളാകുക. കെട്ടിയവനിങ്ങനെ മുഖം പാടിയൊക്കെ വരുമ്പോൾ ഒന്നുമില്ല. ഒന്നുമില്ലടി. അല്ലേലി എന്നോടൊന്നും പറയത്തില്ലല്ലോ. അവളുമാരൊക്കെ ചോദിച്ചാൽ ഇയാളങ്ങോട്ട് എന്നോടല്ലേ ഉള്ളൂ. അപ്പോഴത്തേന് ഇവരങ്ങ് വൈബ്രേഷനൊക്കെ ആവും. ഏതായാലും രസകരമായ ഒരു കാര്യം, അടുത്തിടയ്ക്ക് ഒരു ഭൂതശാന്തി ഇറക്കുന്ന ഒരാൾ എന്നോട് എന്ന് പറഞ്ഞു, ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഭയങ്കര ഭൂതശാന്തിയായിരുന്നു. പുള്ളിയുടെ ഒരു ഭൂതം ഇറക്കി പുള്ളി ഒരിക്കൽ. ആ ഭൂതം ടിപ്പിക്കൽ ഭൂതമാണ്. ആ ഭൂതം ചിരിക്കുന്ന ഭൂതം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിരിക്കുന്ന ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ചിരിക്കുന്ന ഭൂതമാണ്. പുള്ളി ഇങ്ങനെ ലൈറ്റേ നോക്കി ചിരിക്കുമ്പോൾ ലൈറ്റ് ഫ്യൂസ് അടിച്ചു പോയി. ട്യൂബേ നോക്കി ചിരിച്ചു, അത് ഫ്യൂസ് അടിച്ചു പോയി. അവരൊരു എമർജൻസി ലൈറ്റ് കൊണ്ടുവച്ചു, ചിരിച്ചു, അത് ഫ്യൂസ് അടിച്ചു പോയി. പെട്രോൾ ബാക്സ് കത്തിച്ച് വെച്ചു, ചിരിച്ചു, മാൻഡിലടിച്ചു പോയി. മെഴുകുതിരി കൊണ്ടുവച്ചു, ചിരിച്ചു, മെഴുകുതിരി കെട്ടുപോയി. ഏത് ലൈറ്റും കെടും, ഭൂതം ചിരിച്ചാൽ മതി. അങ്ങനത്തെ ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ആ ഒരു ഭൂതം. പുള്ളി അതിനെ ചൊല്ലി അഴിച്ച് ഇറക്കി വിട്ടപ്പം വീട്ടിൽ ചെന്നപ്പം ഭാര്യ അമ്മായിമ്മയായിട്ട് വഴക്കുണ്ടാക്കി പെട്ടിയും പ്രമാണമായിട്ട് റോഡിൽ നിൽക്കുക, പോവാ. പുള്ളി വെച്ച് ഈ ഭൂതത്തെ ഞാൻ എങ്ങനെ ഇറക്കി വിടും? അതുകൊണ്ട് ഇപ്പം പുള്ളി ഒരു കാര്യം ചെയ്യും. ഏത് ഭൂതം ഉളകിയാലും പറയും, അധികാരത്തോട് നിന്നോട് ഞാൻ പറയുന്നു, നിശബ്ദമായി ഇരിക്കുക. തൊടത്തില്ല, കാരണം തൊട്ടാൽ അവിടെ ഇളകും. തൊട്ടാൽ എന്ത് ഇളകും? അവിടെ ഇളകും. അപ്പം അവിടെ ഇളകി എന്തോ ചെയ്യും? അപ്പം ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇളകുമ്പം എന്തോ ചെയ്യാനാ. പക്ഷേ പറയാതറിയുന്ന ഒരു കർത്താവുണ്ട്. അതാണ് ഈ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഞാൻ ഒത്തിരി വട്ടം അറിഞ്ഞു കേട്ടോ. അടുത്തിടയ്ക്ക് എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ച വലിയൊരു കാര്യം, ഒരു രാത്രി വല്ലാത്ത ഒരു സങ്കടം വ്യക്തിപരമാണ്. ഈ പാസന്മാരുടെ ഏറ്റവും വലിയൊരു സങ്കടമുണ്ട്. എന്നാണെന്നറിയാമോ? വിശ്വാസി വീട്ടിൽ നിങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങളത് ഒരു നല്ല ഭാഷയാണെങ്കിൽ ആരോട് പറയും? പാസ്റ്ററോട് പറയും. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയ പിണങ്ങിയിരിക്കുക ഭാര്യ ആരോട് പറയും? പാസ്റ്റർ അവൾ 3-4 ആഴ്ചയായിട്ട് ദിവസമായിട്ട് പിണങ്ങിയിരിക്കുക. പാസ്റ്റർ അത് അറിയാത്തതുപോലെ വന്ന് രമ്യപ്പെടുത്തണം. ഞാനും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? സെക്രട്ടറിയോട് പറയാമോ? പറയരുത്. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ എങ്ങനെ സഭയെ ഭരിക്കുമെന്ന് ആര് ചോദിക്കും? പാസ്റ്ററും ഭാര്യയും കൂടെ പിണങ്ങത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?